സഹജമായിട്ടുള്ളതിന് പിന്നെ സാധന എന്തിനാ? സഹജമായി ഉണ്ടാകുന്നതിന് ശരിക്കും സാധനയുടെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ കുറച്ച് മുമ്പ് അങ്ങ് പറഞ്ഞ അതേ സാധനമാണ് അന്നത്തിൻ്റെ വ്യത്യാസം, സംസ്കാരങ്ങളുടെ വ്യത്യാസം, വ്യത്യസ്തമായ ചുറ്റുപാടുകൾ ഇത് സ്വാധീനിക്കും തുടർച്ചയായിട്ട്. ഇപ്പോൾ നമ്മൾ മൂന്നുപേരും ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമയവും കാലം പോലും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നിങ്ങൾ വേറൊരു ലോകത്താണ്. നിങ്ങളുടെ ലൗകികമായ ഒരു സാധനത്തിൻ്റെ അകത്തേക്ക് വരില്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം നമ്മളുടെ ചുറ്റുപാടുകൾ മുഴുവൻ നിങ്ങളെ സ്വാധീനിച്ച് വരും. നിങ്ങൾ വാച്ച് നോക്കി തുടങ്ങും 1 മണിക്ക് 2 മണിക്ക്. അപ്പോൾ ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ സഹജാവസ്ഥയെ മാറ്റും. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ലോകത്ത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലും അഡ്ജസ്റ്റ് ആവും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ സഹജാവസ്ഥയെ മാറ്റും. അതിനുള്ള ഇമ്മ്യൂണിറ്റിയാണ് സാധന. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട്, എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നായിരുന്നല്ലോ, അപ്പോൾ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കൊരു സ്റ്റേജിലേക്ക് കംസൻ്റെ സീറ്റ് കിട്ടിയെന്ന് നോക്കി ഒരു ഡ്രാമയിൽ. സോ യു ഹാവ് ടു എൻ്റർ ദെയർ. നീ കംസനായിട്ട് തന്നെ ആടിക്കൊള്ളണം. കംസൻ്റെ പൂർണ്ണതയാണ് അവിടെ. പക്ഷേ കംസൻ്റെ വേഷം കണ്ട് അഴിയുന്ന നിമിഷം ഞാൻ കൃഷ്ണനാണ്. ആടുക എന്ന് പറയും, അറിഞ്ഞാടുക. ഇതിനാണ് പറയുക. അത് തന്നെയാണ് കൃഷ്ണനും പറയുക, അറിഞ്ഞാടുക. ഈ ഇല്ലാത്തതാണ് സഹജത. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ആ ധർമ്മം അനുഷ്ഠിക്കുമ്പോഴും പുറകിൽ ഒരു നല്ലൊരു സാധകൻ പുറകിലുണ്ടെങ്കിൽ തൻ്റെ സഹജത അവിടെ നിലനിർത്താം. ഇത് നിലനിർത്താനാണ് ദേവതോപാസനകളെല്ലാം. നോക്കിക്കോളൂ, ദേവതോപാസന ഒന്നും തന്നെ അവനവൻ്റെ ധർമ്മത്തിനല്ലാതെ കാമ്യത്തിന് വിധിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും ഗുരുനാഥന്മാർ ദേവതോപാസനയെ കാമ്യകർമ്മങ്ങൾ ഉപയോഗിച്ചില്ല. നിങ്ങളുടെ ധർമ്മത്തിന് വേണ്ടി ദേവതയെ വിളിച്ചുള്ളൂ. അതുകൊണ്ടാണ് ധർമ്മദൈവങ്ങൾ എന്ന് തന്നെ പറയുക. ധർമ്മമാണ്, നമ്മളുടെ ധർമ്മം ചെയ്യാനാണ് ദേവതോപാസന, അല്ലാതെ ദേവതയെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ല. ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പണ്ട് പ്രാർത്ഥിച്ചിരുന്ന വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ. എങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു, ദേവി എന്നെ സഹായിക്കണേ, ഞാൻ എക്സാം എഴുതാൻ. അങ്ങനെയല്ല, ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ വേണ്ടത് വേണ്ട സമയത്ത് ഓർക്കണേ. ഇതായിരുന്നു നമ്മുടെ അമ്മമാർ പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല, എങ്ങനെ ശരിയാക്കി തരണേ. അവിടെയാണ്. ഇതാണ് ശരിക്കും നമ്മളുടെ സംസ്കാരം. ഇത് റൂട്ടഡ് ആയിരുന്നു ഒരു സമയത്ത്, കണ്ടും വളർന്നും നമ്മൾ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ഈ രീതിയിലുള്ള ഒരു സംസ്കാരത്തിൽ നിൽക്കുന്നതല്ല. ഞാനിപ്പോഴും പറയുന്നു, ഒരു തെറ്റുമല്ല അത്. കാലത്തിൻ്റെ വൈപരീത്യങ്ങളും കാലത്തിൻ്റെ ഗുണങ്ങളും ഉണ്ട്, നല്ലതും ചീത്തയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾക്കൊക്കെ ആയിരിക്കും ഒരു ഭാഗ്യം, ഈ 45 വയസ്സ് കഴിഞ്ഞ ആൾക്കായിരിക്കും പഴയതും കിട്ടിയിട്ടുണ്ട്, പുതിയതും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഈ രണ്ട് കാലത്തിൻ്റെ ആവശ്യമാണ്, അത് പോട്ടെ. പക്ഷേ എന്നാലും നമ്മളുടെ റൂട്ടിൽ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.